ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു ചായയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇന്ന് സൺഡേ ആണ്, ലീവുള്ള ദിവസമാണ്. എനിക്കല്ലാത്ത ലീവ്, കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, ലീവാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മളെ താത്ത നമുക്ക് ഹെൽപ്പിനൊരു താത്തണ്ട് കേട്ടോ. താത്തയുടെ പത്തിരി പണിയിലാണ് കേട്ടോ. ഞാൻ ഈ ഷീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് താത്ത കുഴക്കണത്, ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഈ ഒരു ഷീറ്റില്ലേ പത്തിരി ഇട്ട് കുഴക്കണത്, അതൊരു സിലിക്കോൺ മാറ്റാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ. സിലിക്കോൺ മാറ്റ് നടിച്ചെടുത്താൽ മതി. ഇതേ മോഡൽ തന്നെ വാങ്ങിക്കണ്ട, കാരണം ഇതിനൊരു ഗ്രിപ്പ് ഉണ്ട്. ഇങ്ങനെ ഗ്രിപ്പ് ആ ടൈൽസുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യൂല കേട്ടോ. നല്ല സുഖമായിമ്മ കുഴക്കാനും പരത്താനും ഒക്കെ നല്ല സുഖം കേട്ടോ. ഒട്ടിപ്പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ താത്തയുടെ പത്തിരി പണിയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് കറി ഉണ്ടാക്കുന്ന ഡ്യൂട്ടിയാണ് കിട്ടിയത്. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ താത്താൻ്റെ പത്തിരി പരത്തി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ. അങ്ങനെ 2 ചട്ടിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുകയും കേട്ടോ. പത്തിരി ആകുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും നാത്തനും കുട്ടികളൊക്കെ ഉണ്ടിട്ട് വീട്ടിൽ. അപ്പോൾ ആൾ കൂടുതലുണ്ടാകുമ്പോൾ 2-3 ചട്ടിയൊക്കെ വെച്ചിട്ട് പത്തിരി പെട്ടെന്ന് ചുട്ടെടുക്കല കേട്ടോ. അങ്ങനെ ഇതാ പത്തിരിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് പുറത്ത് പോകണ്ട്. അപ്പോൾ പെട്ടെന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ വീട്ടിലിതാ മോനിതാ, നമ്മൾ നാത്തൂൻ്റെ മോനിതാ, കുട്ടികളൊക്കെ ടീവിൻ്റെ മുന്നിൽ എണീറ്റ് ഇരിക്കണം കേട്ടോ. ആരും ചായ ഒന്നും കുടിച്ചിട്ടില്ല. എല്ലാവരും ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും വിളിക്കാൻ വന്നതേനു. ഏതായാലും പിന്നെ ഇനി നമുക്കിന്ന് രണ്ടിടത്ത് പോകാണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ഇതിപ്പോൾ കസാല എന്തിനങ്ങനെ വെച്ചിരിക്കുന്നതല്ല, കോണി മോനെ സ്റ്റെപ്പ് കയറുന്നുണ്ട് നാത്തൂൻ്റെ മോനെ. അപ്പോൾ സ്റ്റെപ്പ് കയറാതിരിക്കാൻ അവനക്ക് വേണ്ടിയിട്ടൊരു വിലം കിട്ടുന്നുണ്ട്. അതിന് 3-4 കസാല കിടക്കാൻ നിരത്തി വെക്കലാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്കിന്ന് യാത്ര ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ തലേന്ന് രാത്രി തന്നെ ഇസ്തിരി ഇട്ട് വെച്ചിട്ട് അവിടെ മുകളിലെ ഡൈനിങ് ഹാളാണ് നമ്മൾ ഇസ്തിരി ടേബിളും അയൺ ബോക്സൊക്കെ. അപ്പോൾ അവിടെ തന്നെ അയൺ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ഞാൻ ഒരു 3-4 വ്ളോഗ് ബാക്കിൽ ചെയ്തിരുന്നു. ഈ ഒരു സ്ലീവിൻ്റെ അൺബോക്സിങ് ചെയ്തിരുന്നു. മീഷോന്ന് വരുത്തിയതാണ് പറഞ്ഞിട്ട്. നല്ല അടിപൊളി ഇന്നർ കേട്ടോ. പഫ് സ്ലീവാണ്. പഫ് സ്ലീവ് ഇന്നറായി ഉപയോഗിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുന്ന ഒരുപാട് വ്ളോഗിലൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ വരുത്തി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒരു ഇന്നറാണെന്ന് തോന്നിക്കൂല, കണ്ടില്ല, നല്ല സെറ്റായി നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഏത് സൈറ്റിൽ ചെന്നിട്ടും പഫ് സ്ലീവ് നടിച്ച് കൊടുത്താൽ ഇതിൻ്റെ പല വേർഷനും വരും കേട്ടോ. ഹാഫ് സ്ലീവിലും വരുന്നുണ്ട്, ഫുൾ സ്ലീവിലും പല കളേഴ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വൈറ്റ് എടുത്തത്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഗൗണൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ സ്ലീവ്ലെസ്സായ ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ഈ സ്ലീവ് ഇങ്ങനെ ഇട്ടുകൊണ്ടുള്ള വീഡിയോ. ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഇളച്ചന്, ഞങ്ങൾക്ക് 2 ഇളച്ചന്മാരെ, ഹസ്ബൻഡിന് 2 അനിയന്മാരുള്ള, ഒരാൾ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി. ഇനി ചെറിയവനുണ്ട് കേട്ടോ. അവനക്ക് പെണ്ണ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാനും നാത്തൂനും ഇളച്ചിയും കൂടിയാണ് പോകുന്നത് കേട്ടോ. ഉമ്മയൊക്കെ ആദ്യം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒന്നും കാണിക്കുന്നില്ല, കാരണം നമുക്കത് ഉറപ്പായിട്ടൊന്നുമില്ല, ജസ്റ്റ് കാണുകയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കോഴിക്കോട് വരെ പോകാനുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി 1 മണിയൊക്കെ ഉണ്ട്. 1 മണിയായപ്പോൾ ഇവിടെ ഉമ്മയും താത്തയും കൂടി ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ രണ്ടാമത് ഡ്രസ്സൊക്കെ മാറി രണ്ടാമത് പോകാനുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അറിയാലോ, കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ആയിക്കാരം. അപ്പോൾ ബ്ലോക്കിലൊന്നും പെടാതെ നമുക്ക് കറക്റ്റ് സമയത്ത് എത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ബ്ലേസറും പാൻറ്റാണ് ഇട്ടത് കേട്ടോ. ഈ ബ്ലേസർ സിലോറിയിൽ നിന്ന് വരുത്തിയതാണ്, ഒരു ബ്ലാക്കിൽ പ്രിൻ്റുള്ള ബ്ലേസർ കേട്ടോ. അപ്പോൾ ഒന്ന് എവിടെക്കാന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് വണ്ടി ഇറക്കാണ്ട് കേട്ടോ. പുതിയ ബെൻസിന് ഓർഡർ എടുത്തിട്ട് 5-6 മാസം ആയിക്കണേ. അപ്പോൾ ഇന്നാണ് ഇറക്കണ ദിവസം കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി പോയത്. 2 വണ്ടിക്ക് ആൾ പോയിട്ട്, 2 വണ്ടിക്കാരെ ഞാനും കുട്ടികളും, നാത്തൂനും കുട്ടികളും, ഇളച്ചിയും മക്കളും, അതുവരെ ഉപ്പയും വേറെ ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ തന്നെ നമ്മളെ കുട്ടികളൊക്കെ പിന്നെ 3-4 മക്കളൊക്കെ എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് വണ്ടി ഫുള്ളായിക്കാരം. അപ്പോൾ 2 വണ്ടിക്ക് ആയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നാത്തൂനൊരു വണ്ടിയിലായിരുന്നു. പിന്നെ പനിമനൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവരും എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ കൂടെ ഇന്നോവൻ്റെ ബാക്കത്തെ സീറ്റിൽ കിട്ടിയിട്ടുണ്ട്. അവർക്ക് അവിടെ നല്ല ആഘോഷം കേട്ടോ. ബാക്കത്തെ സീറ്റിൽ നല്ല കളിയും പാട്ടും ചിരിയൊക്കെ കയറും. ഒക്കെ ഒരേ പ്രായക്കാരായതുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളി വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത് ഈ മോഡലല്ല കേട്ടോ, നമ്മൾ വേറെ മോഡലാണ്, ഹൈബ്രിഡ് മോഡലിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പിന്നെ അതിൻ്റെ ഓരോ പ്രൊസീജിയർ നടക്കേണ്ട, സൈൻ ചെയ്യലും പേപ്പർ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കേന്, അതൊക്കെ ഇങ്ങനെ നോക്കിക്കേന്. അപ്പോൾ നമ്മൾ ആസിഫ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പാൻ്റെ ഡ്രൈവർ, അവനക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കേനിട്ട് അവർ, കാരണം വണ്ടി ഓടിക്കാനുള്ള അവനാണല്ലോ. അപ്പോൾ അവനക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു ടീം കണ്ടില്ലേ, നമ്മളെ മക്കൾ ഫോട്ടോ എടുത്ത് കളിക്കണ്. ഫോട്ടോ എടുക്കാനും മോശമല്ല, അതുകൊണ്ട് എല്ലാവർക്കും മൊബൈൽ ഇട്ടി അതിട്ട് എടുക്കല പണി. അപ്പോൾ അവനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേനെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ.
പിന്നെന്താ പിന്നെ ഒരുമിച്ച് ഒരു പകരം കേക്ക് ഉണ്ടായിരുന്നു, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കലും അവരടുത്തൊക്കെ ക്യാമറമാനോ ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ ഇതിലൊക്കെ ഇടാനേക്കാരം. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസ്, പിന്നെ നമ്മൾ വേറെ ഫോട്ടോസ്, അങ്ങനെ മൊത്തത്തിലൊരു ഫോട്ടോ ദിവസം തന്നെ കേട്ടോ. നമ്മളെ ഹണിമോള് പറയുന്നത് ഞാൻ വന്നത് മുതലായി എനിക്ക് കേക്ക് കിട്ടിയല്ലോ എന്ന്. കാരണം അവൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവൻ കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയി കിട്ടുന്നുണ്ട് അവൾക്ക്. അതിന്ന് നല്ലൊരു വലിയ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവൾ. അപ്പോൾ കഴിഞ്ഞ് അടുത്തത് എന്താ, വണ്ടിയുടെ അൺബോക്സിങ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് ഇവിടെ ഇന്നിപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗിൽ വണ്ടിയുടെ അൺബോക്സിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും കൂടി ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് അതിൻ്റെ കർട്ടനൊക്കെ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വണ്ടീൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറേ ഫോട്ടോ എടുക്കൽ. ഞാൻ പറഞ്ഞില്ല അത് മൊത്തത്തിലൊരു ഫോട്ടോ എടുക്കേണ്ട ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ഉപ്പാക്ക് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, വണ്ടി സ്റ്റാർട്ടാക്കാനും പോകാനൊക്കെ ഉള്ളത്. അങ്ങനെ ഉപ്പയും ഉമ്മയും ബാക്കിൽ ഇതാ നമ്മളെ കുട്ടിപ്പട്ടാളം ഫുള്ള് കയറിയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടെ അതിൽ കയറി ഒന്ന് റൗണ്ട് അടിച്ച് അവിടെ ഒന്ന് കറങ്ങിയിട്ട് പോകും. ഇതാ കണ്ടില്ലേ, നല്ല വൈറ്റ് ഷീറ്റാണ്, അതൊക്കെ ഒരു തീരുമാനമാക്കിക്കോളും. ഈ മയത്ത് നല്ല ചളിയിൽ ചവിട്ടി കണ്ടേക്ക് ഇറക്കിയിരിക്കുന്നുള്ളത്. അപ്പോൾ ഓക്കെ, അങ്ങനെ വണ്ടി എടുക്കലും ഫോട്ടോ എടുക്കലും റീൽസ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനവിടെ അതൊക്കെ തീർന്നതിന് ശേഷം പിന്നെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാണ്. ഡ്രസ്സ് ആർക്കാന്ന് വെച്ചാൽ എനിക്ക് തന്നെ 2 കൂട്ടം ഡ്രസ്സ് എടുത്ത ലൈഫ് സ്റ്റൈലിലേക്കാണ് പോയത്. അപ്പോൾ നല്ല വെസ്റ്റേൺ വെയർ ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഷോപ്പിൽ കയറണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യണ ഈ വെസ്റ്റേൺ വെയറാണ്. ചുരിദാർ വളരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഞാൻ അധികം ഓൺലൈനിലാണ് വരുത്തില്ല, ഇങ്ങനെ ഷോപ്പിൽ പോയി എടുക്കലില്ല. അപ്പോൾ പ്രാവശ്യം ഒന്ന് ഷോപ്പിൽ എടുക്കാൻ വെച്ചിട്ട് വന്നതാണ്. കണ്ടില്ല, ഒന്ന് ഇതാണ് കേട്ടോ, അത് ഉപ്പാക്കും ഉമ്മക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാണിത്. പാൻറ്റും ടോപ്പാണ്. അധികം ഇറക്കമില്ലാത്ത ടോപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ അവരെടുത്തോന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഞാൻ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കി നോക്കുന്നുണ്ട്, ബോറുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഭയങ്കര മടി ഇറക്കമില്ലാത്ത ടോപ്പ് യൂസ് ചെയ്യാറിട്ടാ. അതിലേക്ക് ടൈറ്റ് പാൻറ്റാണെങ്കിൽ ഇത് തീരെ പറ്റൂല എനിക്ക്. പിന്നെ അടുത്തതൊരു ബ്ലേസർ, ഇറക്കമില്ലാത്ത ടൈപ്പ് ഒരു ബ്ലേസറാണ്. അതിൻ്റെ ഉള്ളിൽ ഇന്നർ യൂസ് ചെയ്യണം. അങ്ങനത്തെ 2 ഒപ്പിച്ചുട്ടാ. അങ്ങനെ ഓക്കെ. പിന്നെ വൈകുന്നേരം 6 മണി കായി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശക്കൽ തുടങ്ങി. നമ്മൾ ചോറൊക്കെ പെട്ടെന്ന് കഴിച്ച് ഇറങ്ങിയതല്ലേ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ആരും. അപ്പോൾ നമ്മൾ സംസമൊക്കെ പോയത് അന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ രാത്രിക്കുള്ള ഫുഡും വൈകുന്നേരത്തുള്ള ഫുഡും ഒരുമിച്ച് ഇവിടെ നിന്ന് കഴിക്കണം കേട്ടോ. സമയമായിട്ടുണ്ടാകും, മരുമിന് അടുത്തായിട്ടുണ്ട് കേട്ടോ ടൈം. അതുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മളെ ദിയാൻ ബേബിക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾ പെട്ടെന്ന് അവൾക്കുള്ള ഫുഡ് കൊടുക്കേനു. അതിനിപ്പോൾ ഈ കുപ്പിയിലെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വലിയൊരു കഴിക്കണ ചോറും പത്തിരിയും കറിയൊക്കെ അവനക്ക് വേണം കേട്ടോ. അതിട്ട് കറിയായിട്ട് കഴിക്കൂല, വെറുതെ നുള്ളി പൊറിച്ചിട്ട് അതിനിങ്ങനെ കൈയ്യട്ടി കൊടുക്കൂട്ടാ. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയൊക്കെ, കൊടുക്കുമ്പോൾ തുപ്പി കളിക്കുന്നുണ്ട്. നമുക്ക് ചെന്നപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നവർ. കുട്ടികളേതായാലും ഇന്ന് ഹാപ്പിയാണ്. കാരണം അവർക്ക് നല്ല കേക്കും വണ്ടിയും യാത്രകളൊക്കെ ആണല്ലോ. ഇതിപ്പോൾ കടുക്ക ഫ്രൈ ആണ്, എന്താ കല്ലുമ്മക്കായ് ഫ്രൈ. അത് കൊടുന്ന് വെച്ചത് തന്നെ അപ്പം തന്നെ തീർന്നിട്ടാ. ബാക്കിയുള്ള ഐറ്റത്തിനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് കൊടുന്ന് വെച്ചു, അത് അപ്പം തന്നെ തീർന്നിട്ടാ. ബാക്കിയുള്ളത് പിന്നെ രണ്ടാമത് വരുന്ന കണ്ടില്ല, തീർന്നിട്ട് ഒന്നുമില്ല. ഈ സൈഡിൽ നിന്നൊക്കെ കിട്ടി, അങ്ങേ സൈഡിൽ കിട്ടിയതുമില്ല കേട്ടാ. അങ്ങേ സൈഡിലേക്ക് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഓർഡർ കൊടുക്കാൻ ചേട്ടാ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടി. പിന്നെ ഇപ്പം എന്താ മന്തിയും ഷവായും കാര്യങ്ങളൊക്കെ അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിയും അല്ലാത്ത എന്താണ് റൊട്ടിയും പൊറാട്ടയും അങ്ങനത്തെ ഒക്കെ അതുകൊണ്ട്. പിന്നെന്താ ഗ്രേവി ആയിട്ട് ബട്ടർ ചിക്കന്, അങ്ങനെയൊക്കെ 4-5 ഐറ്റത്തിന് ഓർഡർ കൊടുത്തിന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടാണ്. ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. ഫുള്ള് യാത്രയും രസമായിട്ട് അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ നമ്മൾ വ്ളോഗ് എല്ലാവരും കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. കണ്ടാൽ മാത്രം പോരാ, ഒരു ലൈക്ക് ചെയ്യാൻ തരട്ടെ, പറ്റുമെങ്കിൽ കമൻറ്റും.